അത് കൃത്യമായി അനുഭവിക്കണം. 100 പുണ്യത്തിൻ്റെ ഫലം അതുപോലെ അനുഭവിക്കണം. 100ൽ നിന്ന് 10 കുറച്ച് ആ പുണ്യത്തിൻ്റെ മാത്രം ഇങ്ങ് തന്നേക്കാൻ അങ്ങനെ കണക്കില്ല. അതാണ് ഈ പുണ്യത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ പുണ്യത്തിൻ്റെ ഫലമായ ആളുകളൊക്കെ ഗംഭീരമായിട്ട് സ്വീകരിച്ചാനയിക്കുകയാണ്. സ്വാമി ഒരുപാട് പുണ്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണൊരു വീട്ടുകാരൻ വിളിച്ച് പാദപൂജയൊക്കെ ചെയ്യുകയാണ്. ഒരു 100 കാറിൻ്റെ അകമ്പടിയിലാണ് സ്വാമിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്, 100 വണ്ടി. അപ്പോൾ അവിടുന്ന് ഒരു പയ്യനുണ്ടാവും. ഈ ആളുകളുടെയൊക്കെ മുമ്പിൽ അങ്ങനെ ഗംഭീര ഭാവത്തിൽ സ്വാമി നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കും, ഈ പെട്രോളിന് ഈ വിലയുള്ളപ്പോൾ താനീ കാണിക്കുന്നത് ഒരുമാതിരി തന്തയില്ലായ്മയല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ആ പാപഫലം ഒരു നിമിഷം കൊണ്ട് അനുഭവിക്കുന്നത്. അത്രേ അനുഭവിച്ച പുണ്യം ഒന്നിച്ചു തീരും. മനസ്സിലായില്ല? അപ്പോൾ അവനെ ആ സമയത്ത് തന്നെ അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരും. അതുവരെയുള്ള ആ ഗൗരവമൊക്കെ പോയിട്ട് ഒരു ചമ്മൽ വരും. ഇപ്പം ഈ ലോകത്ത് ഏത് പുണ്യത്തിൻ്റെ നടുക്കും പാപത്തിൻ്റെ ഫലം വരാം. കർമ്മ അത് പരിഭാഗം വരിക എന്ന് പറഞ്ഞാൽ പുണ്യപാപങ്ങൾ ഇല്ലാതാവുക, അതിനെ അനിച്ഛയാൽ കർമ്മം ചെയ്യുക. അങ്ങനെ അറിവ് വന്ന് പുണ്യവും പാപവും തീർന്നാൽ പഴയ സമ്പാദിച്ച പുണ്യവും പാപവും ഇവിടെ കിടപ്പുണ്ടാവും. അതിനെ അവർക്ക് വേണ്ട. അക്കൗണ്ട് വിട്ടു. ഒരു 3-4 കൊല്ലമായി അവർ അക്കൗണ്ടിലേക്ക് നോക്കുന്നില്ല. കുറച്ച് കടമുണ്ട് എവിടെയൊക്കെയോ, അതൊക്കെ ചില്ലറയുള്ളൂ, അത് എഴുതി തള്ളും. ഒരു 5-8 കൊല്ലമായി ഡെപ്പോസിറ്റ് യാതൊരു വിധത്തിലും അനങ്ങുന്നില്ല, അത് മരവിപ്പിക്കും. മനസ്സിലായില്ല? ബാങ്കിലൊക്കെ അക്കൗണ്ട് മരവിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് പോയി 2 രൂപ എടുക്കുകയും 4 രൂപ ഇടുകയും ഒക്കെ ചെയ്യണം. ഏത് മറ്റതും ചില്ലറയൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് നോക്കും. എഴുതിത്തള്ളും. ഒരു വർഷം ഒരുപാട് കോടി എഴുതിത്തള്ളുന്നുണ്ട്, കൂടുതൽ എഴുതിത്തള്ളുകയാണ്. പിന്നെ അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തതൊക്കെയാണെന്നുള്ളതേ ഉള്ളൂ. വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തതൊക്കെയാണ്. നല്ല മാനേജരാണെങ്കിൽ എഴുതിത്തള്ളാൻ മിടുക്കനുമായിരിക്കും. അത് കൊടുക്കുമ്പോൾ തന്നെ എഴുതി തള്ളിയിട്ടാണ് കൊടുക്കുന്നത്. അത് കഥ വേറെ. ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത, അവർക്ക് പിന്നെ പുണ്യപാപങ്ങളില്ല. പക്ഷെ അവരുണ്ടാക്കിയ പുണ്യപാപങ്ങളുണ്ട്, അത് പോവുകയില്ല. അതിനി അവരനുഭവിക്കില്ല. അവരുടെ പുണ്യത്തിൻ്റെ സുഖവും അവർക്കില്ല, അവരുടെ പാപത്തിൻ്റെ ദുഃഖവും അവർക്കില്ല. അപ്പോഴവരിങ്ങനെ നടക്കുന്നത്. പുണ്യപാപങ്ങൾ കടക്കുന്ന പുണ്യസൂരികളായ അറിവ് വന്ന അവ രണ്ടും സമമായവൻ ഇങ്ങനെ നടക്കും. അവരിങ്ങനെ വെറുതെ നടക്കും. വസന്തവത് ലോകഹിതം നിരന്ധന ഇവാനല, ചാരം ചൂടിയ കനല് പോലെ അവരിങ്ങനെ നടക്കും. അപ്പോഴായിരിക്കും ഒരുത്തം കയറി 2 ചീത്ത വിളിക്കുന്നത്. അപ്പോൾ ആ പാപം അവന് കിട്ടും. വേറൊരുത്തം വിളിച്ചു കൊണ്ടുപോയി വല്ലതും കൊടുക്കും, ആ പുണ്യം അവനും കിട്ടും. അവരുടെ കയ്യിൽ ഈ 2 സാധനമേ ഉള്ളൂ കൊടുക്കാൻ. അതിന് ഫിറ്റായിട്ടുള്ള ആളുകൾ വന്ന് ഈ പങ്ക് മേടിച്ചുകൊണ്ട് പോകുള്ളൂ. അങ്ങനെയാണ് ഇത് തീരുന്നത്. അങ്ങനെയാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. പുണ്യവും പാപവും പരിഗണിക്കാത്ത ലോകങ്ങളിലെത്തിയാൽ ആര് അവരിൽ നിന്ന് പുണ്യത്തെ ഉൾക്കൊള്ളുന്നുവോ, ആരവരിൽ നിന്ന് പാപത്തെ ഉൾക്കൊള്ളുന്നുവോ, അങ്ങനെ അവരുടെ തീർന്നു കിട്ടും. പാക്കനാർ പറയുന്നുണ്ട്, പാക്കനാർ ഭിക്ഷയ്ക്കാ പോയെ. പൊരുത്തൻ തെറി പറഞ്ഞു ഒരു അട്ട ബാക്കിയുണ്ടായിരുന്നു, അത് നിനക്ക് ഊരിക്കേണ്ടത്. ഒരു പാപം കൂടെ ബാക്കിയുണ്ടായിരുന്നു, ഇനി എനിക്ക് രക്ഷപ്പെടാം, പിടിച്ചോളാം.
അപ്പം അങ്ങനെയാണിത് പോകുന്നത്. ബ്രാഹ്മണർ ദാനം വാങ്ങിക്കില്ല ചണ്ടാനിൽ നിന്ന്. ഇപ്പോൾ കുറച്ച് ദാനം കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ താൻ ചണ്ടാലനുമാണ്. അപ്പം അയാൾ ചെരുപ്പുണ്ടാക്കി, 10 ചെരുപ്പുണ്ടാക്കി. ഒന്നാമത്തെ വീട്ടിൽ ചെന്നു, ചെരുപ്പിനില്ലാത്ത വില പറഞ്ഞു അവരോട്. 10 ചെരുപ്പ് കൈ കൊടുത്തിട്ട്, ഇതിലിഷ്ടമുള്ളത് എടുത്തോളൂ, നല്ലതാണ്. 10 പറഞ്ഞില്ല, ചെരുപ്പ് 10 കൂടെ കൈ കൊടുത്തു. ലോകത്തില്ലാത്ത വില പറഞ്ഞു. അന്നത്തെ നിലയിൽ ലോകത്തില്ലാത്തൊരു വില. അകത്ത് കൊണ്ടുപോയിച്ച് നോക്കിക്കോളാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞേച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് പോയത് നിങ്ങളോ മേടിക്കുകയില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണ്ടേ, 9 ചെരുപ്പില്ലേ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. മനസ്സിലായില്ല. കൊടുത്തത് ചോദിച്ചത്. അപ്പോൾ അകത്ത് കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നവൻ വിചാരിച്ചു പൊട്ടനാണ്, ഒരു ജോഡി മറന്നു, 9 എണ്ണം കൊണ്ട് കൊടുത്തു, കാശ് കൊടുക്കാതെ ഒരെണ്ണം കിട്ടി, അവന് ദാനമായി. അടുത്ത സ്ഥലത്ത് ചെന്നു, 9 എണ്ണം കൈ കൊടുത്തു, 8 എണ്ണം തരാൻ പറഞ്ഞു. അങ്ങനെ 9 വീട്ടിലും ഓരോ ജോഡി ദാനമായി കൊടുത്തു. അവസാനത്തെ ഒരു ജോഡി വിറ്റ് അതുകൊണ്ട് ജീവിച്ചു. അടുത്ത സെറ്റ് വീണ്ടും ഉണ്ടാക്കി. അങ്ങനെ തൻ്റെ ദാനം തീർത്ത് പുണ്യമായി. അപ്പം ഇങ്ങനെ തീർക്കുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ പൊട്ടനായിരിക്കും എന്ന് വിചാരിക്കും. അവൻ കൃത്യമായി എണ്ണീട്ടാണ് തരുന്നത്. ഈ ഒരെണ്ണം കൂടെ ഏൽപ്പിച്ചിട്ട് പോകാനാണ്. അത് കൃത്യമായി മേടിച്ച് നമ്മളകത്ത് വെക്കുകയും ചെയ്യും. കാരണം കിട്ടിയത് ലാഭമായി, പോയത് ഏതാണെന്ന് അറിയുന്നില്ല. ഒരു ജോഡി ചെരുപ്പേ കിട്ടിയുള്ളൂ, പക്ഷെ അവൻ കൊണ്ടുപോയത് വേറെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നതല്ല അന്ന് പഠിച്ച ആളുകളുടെ പഠിത്തം. പാനലയിൽ അർത്ഥം, കാമം, സുഹൃതം. അപ്പോൾ ഇവരുടെ സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും രണ്ടുമുണ്ട്. അവയെല്ലാം കഴിഞ്ഞിട്ടും മനസ്സിന് ഇവ കൊണ്ടൊന്നും ശാന്തിയില്ല, ശമമില്ല. 8 കൃതം ന കതി ജന്മാനി കായേന മനസാ ഗിരാ ദുഃഖമായാസദം കർമ്മ ഉപരമൃതാം കൃതം ന കതി ജന്മാനി കായേന മനസാ ഗിരാം ദുഃഖമായാസദം കർമ്മ ഉപരാപ്യതാം ത്വം കായേന മനസാ ഗിരാ ദുഃഖം ആയാസദം കർമ്മ കതി ജന്മാനി ന കൃതം തത് അദ്യ അഭി ഉപരമ്യതാം. കൃതം ന കതി ജന്മാനി കായേന മനസാ ഗിരാം ദുഃഖമായാസദം കർമ്മ തദദ്യുപരമ്യതാം. ഉപരമ്യതാം, രപ്യതാം എന്നായിരിക്കും ചിലതിൽ എഴുതിയിരിക്കുന്നത്. രമ്യതാം, ഉപരമം, ഉപരമ്യതാം അങ്ങനെ തന്നെയല്ലേ? ചിലതിൽ അങ്ങനെയല്ല, തെറ്റുണ്ട്. ഉപരമ്യതാം. ത്വം കായേന മനസാ ഗിരാ ദുഃഖമായാസദം കർമ്മ കതി ജന്മാനി ന കൃതം തദ് അദ്യ അഭി ഉപരമ്യതാം. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട് ദുഃഖവും ക്ലേശവും തരുന്നതുമായ കർമ്മത്തെ എത്ര ജന്മങ്ങളിൽ നീ ചെയ്തില്ല. അതുകൊണ്ട് ഇന്നെങ്കിലും കർമ്മത്തിൽ നിന്ന് വിടവാങ്ങൂ.
എന്ത് കർമ്മങ്ങളായി ചെയ്തു കൂട്ടിയത്? ശരീരം കൊണ്ടുള്ള കർമ്മങ്ങൾ, ശരീരത്താലുള്ള കർമ്മങ്ങൾ, കായേന. മനസ്സുകൊണ്ടുള്ള സങ്കല്പകർമ്മങ്ങൾ, ഗിര വാക്കുകൊണ്ടുള്ള കർമ്മങ്ങൾ. ഇവയെല്ലാം ദുഃഖത്തെയും ക്ലേശത്തെയും തരുന്ന ഈ കർമ്മമെല്ലാം എത്ര ജന്മങ്ങളായി ചെയ്തു കൂട്ടുന്നു? ജന്മജന്മാന്തരങ്ങളായി കായേന മനസ ഗിര. കായികം, വാചികം, മാനസികം. മനസാ വാച കർമ്മണ, സ്ഥൂലവും സൂക്ഷ്മവുമായി അനേക കർമ്മങ്ങൾ. അവയെല്ലാം ദുഃഖവും ക്ലേശവും തരുന്നതാണ്, ജന്മജന്മാന്തരങ്ങളായി ചെയ്യുന്നതാണ്. ഇന്നെങ്കിലും നീ ബന്ധമുളവാക്കുന്ന ഈ കർമ്മങ്ങളിൽ നിന്ന് വിടവാങ്ങൂ. എത്ര ജന്മങ്ങൾ നീ മനോവാക്കായ കർമ്മങ്ങൾ കൊണ്ട് ദുഃഖവും ക്ലേശകരവുമായി ചെയ്തു. ഏത് ചെയ്യുമ്പോഴും ദുഃഖമാണ്, ക്ലേശവുമാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും അതിൽ നിന്ന് നീ വിട കൊണ്ടാലും, നീ മാറി നിന്നാലും എന്തുവാ? സംശയം വല്ലതും ആണോ? അല്ല. അപ്പൊ ദുഃഖവും ക്ലേശവും ഉണ്ടാക്കുന്ന മനോവാക്കായ കർമ്മങ്ങൾ എത്രയാണ് ചെയ്തു കൂട്ടിയത്? എന്നിട്ടും എന്തേ വീണ്ടും അതിനായുള്ള ത്വര? ലോകം ബന്ധിച്ചു നിർത്തുന്നത് മനോവാക്കായ കർമ്മങ്ങളുടെ ബന്ധനം കൊണ്ടാണ്. അതത്രയും ക്ലേശഭൂയിഷ്ടവുമാണ്. ഏതു വാക്ക് ബന്ധങ്ങളിൽ നിന്ന് ഉച്ചരിച്ചാലും ദുഃഖമാതരുന്നത്. പറയുന്നവനും കേൾക്കുന്നവനും പിന്നീട് അതെടുത്തുപയോഗിക്കുന്ന ലോകത്തിനും. ചുരുക്കത്തിൽ പ്രസ്താവനകളെല്ലാം ദുഃഖപൂർണമാണ്. പക്ഷെ അത് വായിക്കാനും അറിയാനുമുള്ള ത്വര, അത് അപഗ്രഥിക്കാനുള്ള ത്വര അല്ലേ? രാവിലെ എഴുന്നേറ്റ് ഒരു പത്രം വായിച്ചാൽ പോരാ, എല്ലാം വായിക്കാം. വായിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ ടി വിയിൽ പത്രം വായിക്കുന്നവൻ്റെ പത്രം വായന മുഴുവൻ കേൾക്കുകയാണ് അല്ലേ? എല്ലാ പത്രവും വായിക്കും. അത് കഴിഞ്ഞ് പത്രം വായിച്ചത് പോരെങ്കിൽ ഇൻ്റർനെറ്റിൽ കയറി വായിക്കും. ശരിയല്ല. അപ്പം ഇങ്ങനെ പ്രസ്താവനകളും പ്രമേയങ്ങളുമെല്ലാം ദുഃഖപൂർണമാണ്. കർമ്മകലാപങ്ങൾ അത്രയും തനിക്കും അന്യർക്കും ദുഃഖപൂർണമാണ്. ഏത് ചെയ്യുമ്പോഴും ദുഃഖം വരാതെ ജീവിക്കാൻ ഇതൊന്നുമില്ലാതെ പറ്റില്ലേ? ആനന്ദപൂർവകമായി നിനക്ക് ജീവിച്ചുകൂടെ? ഇത്രയൊക്കെ വേണോ? ഇതൊക്കെ ആർക്കോ വേണ്ടി പേറുകയാണ്. സന്യാസിമാരോട് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും ആവശ്യമുണ്ടായിട്ടില്ല, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. ഗൃഹസ്ഥനോട് ചോദിച്ചാൽ നിങ്ങൾ സ്വാമിമാർക്ക് എന്തും പറയാം, ബന്ധമില്ലല്ലോ, നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലല്ലോ. ഞങ്ങളങ്ങനെയാണോ? ഈ ലോകം എന്നത് നിലനിൽക്കുന്നത് ഞങ്ങൾ കാരണമാണ്. ഒരു കാമവും കൊണ്ടല്ല, ലോകം നിലനിൽക്കാനാണ് ഞങ്ങൾ ഇതിലൊക്കെ ഏർപ്പെടുന്നത്. ശരിയല്ല? ഞങ്ങൾ വിവാഹമൊന്നും കഴിച്ചില്ല, കുട്ടികളൊന്നും ആയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലോകം നിലനിൽക്കുക? എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള സ്വാമിമാർ താളെ ഉണ്ടാവുക? മനസ്സിലായില്ല. അപ്പം നിങ്ങളെ വരെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ ഞങ്ങളുടേതാണ്. അപ്പം സ്വാമിമാരോട് ചോദിച്ചാൽ ഇത് മുഴുവൻ അന്യർക്ക് വേണ്ടി ചെയ്യുക. ഇതൊറ്റ ആവശ്യവും നമുക്കില്ല. നമുക്ക് വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ നന്നാകാൻ ചെയ്തു കൂട്ടുക.
എൻ്റെ സുഹൃത്തെ, ഞങ്ങൾ നന്നാകട്ടെ നശിക്കട്ടെ, താനിതൊന്ന് നിർത്ത്. ഇപ്പം ഇങ്ങനെ ആരെ എടുത്താലും ന്യായങ്ങളൊക്കെ പറയാനുണ്ടാവും. ഇവരൊക്കെ ക്ലേശിക്കുന്ന കഥയാണ് പറയാനുള്ളത്. അവിടെ വാങ്ങിച്ച വസ്തു, ഇവിടെ വാങ്ങിച്ച വസ്തു, അവിടെ ചെയ്യുന്ന പണി, അതിൻ്റെ പൊക്കത്തിലെ പണി, ഇതെല്ലാം നടന്നു പോകാത്തത്, ഇതിനിടയ്ക്ക് മറ്റവൻ പറ്റിച്ചത്, ഇതൊക്കെയാണ് ഗൃഹസ്ഥനും സ്വാമിക്കും ഒക്കെ പറയാനുള്ളത്. ശരിയല്ല? ഇത്രയൊക്കെ ക്ലേശിക്കണോ? നീ എത്ര ജന്മങ്ങൾ ക്ലേശിച്ചു? 1 മണിക്കൂർ ഇരുന്നാൽ, ഇപ്പം ഇത് കേൾക്കാൻ വന്നെങ്കിലും അതുകൊണ്ടാണ് ഈ സംഘാടകർ നിർബന്ധം പിടിക്കുന്നത്. അകലേന്ന് വന്ന ചിലരും സംഘാടകർ നിർബന്ധം പിടിക്കുന്ന മുഴുവൻ സമയവും ക്ലാസ് മതിയെന്നാണ്. ഇതിനിടയിൽ ക്ലാസ് നിർത്തിയാൽ ഈ ക്ലേശങ്ങൾ തമ്മി പറയുന്ന, ഇടയ്ക്കൊരു ഇൻ്റർവെല് കിട്ടിയാൽ പരിചയപ്പെടുമെന്നാണ്. പരിചയപ്പെട്ടാൽ എത്രയാ ക്ലേശിച്ചെന്നുള്ള കഥ. അമ്മായിയമ്മ ആയിട്ടുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ മരുമകളെ കൊണ്ട് മടുത്ത കഥ, അമ്മമാർ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് മടുത്ത കഥ. എന്നിട്ടും അവിടുന്ന് വിട്ടുപോരാൻ പറ്റാത്ത, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, ഈ സ്വാമിമാരെ പോലെ അങ്ങ് പോയാലോ എന്ന്. എന്നാലും അതിനങ്ങ് പറ്റുന്നുമില്ല എന്ന് പറയുന്ന കഥയൊക്കെ പറയും. അതുകൊണ്ട് സ്വാമി ഉറങ്ങുന്നിടം വരെ ഇത് തന്നെ ഞാൻ കൊടുത്തോളാനാണ്. ഉച്ചയ്ക്ക് സംഘാടകരിൽ ഒരാൾ പറഞ്ഞതാ, ഈ ഇൻ്റർവെല് സ്വാമി അത് നീട്ടി ഇൻ്റർവെല് കുറേ കൂട്ടി എന്നാണ് പറഞ്ഞത്. ആ ഇൻ്റർവെല് പരമാവധി കുറച്ചോളാനാണ് പറഞ്ഞത്. നിന്ന് പിടിപ്പിക്കാനുള്ള ഇടയെ കൊടുക്കാവുള്ളതാണ്. ഭക്ഷണം നിന്ന് കഴിക്കുക, തിരിച്ചു വന്നിരിക്കുക, ഉറങ്ങിക്കോട്ടെ ഇതിനകത്തിരുന്ന്, എന്നാലും തമ്മിൽ വർത്തമാനം പറയുമല്ലോ എന്നാണ് അവർ പറയുന്നത്. തമ്മിൽ വർത്തമാനം പറഞ്ഞു പോയാൽ ഈ ക്ലേശമാണ് പറയാനുള്ളതെന്നാണ്. ശരിയാണോ? അത്ര ശരിയല്ല. ശരിയാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവെല് തന്നാൽ ഇത് പറയും. അപ്പം നിങ്ങളുടെ സംഘാടകർ ശരിയാണെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് കഴിയുമെങ്കിൽ ഇൻ്റർവെല് കൊടുക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന് കാരണമായിട്ട് അവർ പറഞ്ഞ ഇതാണ്, ഒരു മിനിറ്റ് കിട്ടിയാൽ എന്ത് ക്ലേശമായി ജീവിതം, അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറാനാണ് ഈ ക്യാമ്പിലേക്ക് വന്നതെന്ന്. പക്ഷേ ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് അത് ഓർക്കുമ്പോൾ ഒരു വിഷമം. എന്തൊക്കെ ഇനി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും. ഞാനാണെ പോന്നത് പിള്ളേരെയും തന്തയും കൂടെ അവിടെ ആക്കിയിട്ടാണ്. ഞാനവിടെ ഇല്ലെങ്കിൽ 2 കൂട്ടരും കൂടി ആകെ കുളമാകും. കാര്യമൊക്കെ പറഞ്ഞാലും ആ മനുഷ്യന് വിവരം തീരെയില്ല. പിള്ളേർ പറയുന്നതൊക്കെ ശരിയെന്നങ്ങ് പറയും. എന്നിട്ട് പിള്ളേരുടെ കൂടി അങ്ങ് ഞാനാണെങ്കിൽ ഒരുമാതിരി ഭംഗിയായിട്ടൊക്കെ ഇത് കൊണ്ടുപോകുന്നതാണ്, പേടിപ്പിച്ചും വിരട്ടിയൊക്കെ. അങ്ങേരും എന്നെ കണ്ടാ വിരളും, പിള്ളേരും എന്നെ കണ്ടാ വിരളും. ഇപ്പം ഈ ഒരാഴ്ച ഞാനിങ്ങി പോന്നതുകൊണ്ട് ഇതെല്ലാം കുളമാകുന്ന പ്രായത്തിലാണ് ഇരിക്കുന്നത്. ഇനി ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമെന്നാണ് സംഘാടകർ പറഞ്ഞത്. ശരിയാണോ? മുഴുവൻ ശരിയല്ല, ഭാഗികമായിട്ട് ശരിയുണ്ട്. അപ്പം സംഘാടകർ പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരു ഇൻ്റർവെലും കൊടുക്കണ്ട. അത് സൂത്രത്തിൽ ഉച്ചയ്ക്ക് എന്നോട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സമയമൊക്കെ കൊടുത്തത് കണക്കാക്കണ്ട, സൂത്രത്തിൽ തീരാനെന്ന വ്യാജേന സ്വാമിജി ഇതങ്ങ് നീട്ടിക്കൂ, എന്നിട്ട് സമയമാകുമ്പോഴേക്ക് നിർത്തിയാൽ മതി എന്ന്. അതുകൊണ്ട് പറഞ്ഞയാൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പുറകിൽ നിന്ന് ചായയോ ഗ്ലാസ്സോ ഒക്കെ പൊക്കി കാണിക്കാതിരിക്കാൻ, കഴിഞ്ഞ തവണ പോലെ പറ്റാതിരിക്കാൻ ആളുകളെയൊക്കെ മാറ്റി വെളിയിൽ നിർത്തിയിട്ടുണ്ടെന്നാണ് അവർ. അല്ല, കഴിഞ്ഞ തവണ ഈ സമയമാകുമ്പോൾ ഇവർ ഈ ഗ്ലാസ് പൊക്കി കാണിക്കുമായിരുന്നു. ഇതിപ്പോൾ പൊക്കി കാണിക്കുന്നില്ലല്ലോ എന്നോർത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ തവണ പൊക്കി കാണിച്ചതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ല. സമയമായി, ചായ തണുത്തു പോകുമെന്ന്. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളൊന്നും കേട്ടുമില്ലല്ലോ. പുറത്തിറങ്ങി സംഘാടകരോട് പറഞ്ഞേക്കരുത്, അവരങ്ങ് പോയ സമയം നോക്കി ഞാൻ പറഞ്ഞതാണ്. ആരും ഇതിനകത്തില്ല.
അപ്പോൾ എത്ര ജന്മങ്ങളായി നീ ഈ മനോവാക്കായ കർമ്മം ചെയ്യുന്നു, നീ ശമം ശീലിക്കുക, ഈ കർമ്മത്തിൽ നിന്നെല്ലാം പിൻവാങ്ങുക. ഇതോടെ ആ അധ്യായം തീർന്നു. അധ്യായം 11 ജീവൻ മുക്തിയാണ്. എങ്ങനെയാണ് ജന്മമുക്തി, ജീവൻ മുക്തി, അത് അടുത്ത അധ്യായം. സമയം എന്തായി? 3:50 4 വരെയല്ലേ നമ്മുടെ പരിപാടി.